ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. അവിടെ ഞാൻ നേരെ ചെന്നത് എന്റെ കൂട്ടുകാരന്റെ കല്യാണ വീട്ടിലേക്ക്. ചെന്ന് കയറിയ പാടെ അവിടെ ഒരു ജനറേറ്റർ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഒരു പഴയ ജനറേറ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കല്യാണത്തിന് പാട്ട് പാടാൻ വന്നതോ അരിസ്റ്റോ സുരേഷ്. അടുത്ത് പാടാൻ വന്നത് ബേബി ജീനു. പഞ്ചാരപാത്രത്തിൽ പാഞ്ഞു കേരള കച്ചവടം കാടുപത്തും വേണ്ടി വന്ന ചിന്തപ്പെട്ടും മച്ചുപത്തും പറഞ്ഞ പറഞ്ഞു വാടകപ്പെട്ട് പറയുന്നു കുറെ കക്ഷി നായി കിട്ടാത്ത നാലിട്ട പുണ്യം കിട്ടും പാപ്പ വന്ന് പറഞ്ഞാലും മാറില്ലട്ടോ. എന്റെ മറ്റേ മുമ്പിൽ വന്ന് പെട്ട പോലെ അന്ന് തീരും മന്റെ ചാട്ടം മാറി നിൽക്കാം. മാമ പോട്ടെ കേർക്ക് കേട്ടുപോട്ടെ. ചക്കരയും പെണ്ണിനെ ഞാൻ ഹെലികോപ്റ്ററിന് കയറ്റി എയർപോർട്ടിലേക്ക് വിട്ടു. എയർപ്ലെയിൻ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് ചെന്നു. ഫസ്റ്റ് എന്റെ ബൈക്ക്. RX 100 ബൈക്ക്. ബുള്ളറ്റ്. നിസാൻ GTR. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ ടകൽ കൊട്ടുന്നു. എന്നിട്ട് ഞാനൊരു സിനിമ കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ബോളിവുഡ് കില്ലാടി അക്ഷയ് കുമാർ നിൽക്കുന്നു. Don't make me angry. जो मैं बोलता हूँ वो मैं करता हूँ, और हाँ जो मैं नहीं बोलता हूँ वो मैं डेफिनेटली कर दूंगा. I will born a blockbuster movie next year. അവിടെ കാറ്റ് പോയ പോലെ ആരും അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോഴോ നമ്മുടെ ലാൽ. ചങ്ക്ലി റമ്മി പോകുന്നതിന് മുമ്പ് നമുക്ക് ഫിറോസ് ഖാന്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ എന്താ പരിപാടി? നമ്മളൊരു പ്രത്യേകമായ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചു. ആദ്യം 100 കിലോ പടകവും 100 കിലോ ചിക്കൻ കൊടുക്കുക. എന്നിട്ട് 2 കൂടെ പൊട്ടിക്കോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തെങ്കിലും നോക്കാം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ രതീഷ്? എങ്ങനെയാണെന്ന് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. മിസ്റ്റർ ബീനിൽ പട്ടിയിൽ നിന്ന് മിസ്റ്റർ ബീനിലേക്ക്. Oh.
താങ്ക് യു. അപ്പിൾ ഇഷ്ടപ്പിൾ. താങ്ക് യു. നന്ദി, നമസ്കാരം.